ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് പറയും, ഹായ് പറ. ഞങ്ങളിപ്പം കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പം വന്നതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതൊക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നൊരു നൈറ്റ് ടൈമിലൊക്കെയാണ്. അങ്ങനെ ഞാൻ, അമ്മ, ചേച്ചി, നേഹ, അമ്മയായിരുന്നു ഒരു കാറിൽ, അമ്മച്ചനും അമ്മമ്മയും അച്ഛനും കൂടിയായിരുന്നു വേറൊരു കാറിലും. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞങ്ങളങ്ങനെ അമ്മച്ചനും അമ്മമ്മയും അപ്പുറത്തെ സൈഡിലായിരുന്നു ഇറങ്ങി. അപ്പോൾ അവർ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ട്രെയിൻ വരാനൊക്കെ ആയിട്ട്. ട്രെയിൻ വരാൻ കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കുറേ നേരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ലേസും നാച്ചോസ് ആയിരുന്നു കേട്ടോ. നാച്ചോസൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ട്രെയിനിൽ കയറിയിട്ട് എനിക്കും നെഹയ്ക്കും ഉറക്കേ വരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക തന്നെ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹർഷീസിൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാനായപ്പം ഞാൻ നെഹ്യ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ എണീച്ചിട്ടും ഞങ്ങൾക്കൊരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എനിക്കില്ല, നെഹയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. പിന്നെ കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങളൊരു ഊബർ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് വന്നു, ഞങ്ങൾ പോയി. അങ്ങനെ എയർപോർട്ടിലെത്തി. അപ്പം രാത്രി ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ എയർപോർട്ടിലെത്താനായിട്ട്. എൻ്റെ ഫാമിലി ട്രിപ്പാണ് കേട്ടോ. അപ്പം ഞാൻ, അമ്മച്ചൻ, അമ്മൂമ്മ, നേഹ, അമ്മയാണ് പോകുന്നത്. ഞങ്ങൾ എല്ലാവരുമാണ് കേട്ടോ ട്രിപ്പിലുള്ളത്. പിന്നെ അമ്മച്ചനും അമ്മയും ഇപ്പോൾ കാപ്പി കുടിക്കാനായിട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇട്ടിട്ട് അവർ പോയി. ഞങ്ങളും ഇത്രയും കുറേ ലഗേജും ഉണ്ട് ഇവിടെ. അതെ, എന്തോ അല്ലേ, എൻ്റെ മുടി സ്ട്രേറ്റ്, നേഹൻ്റെ മുടി ചുരുങ്ങി. അത് എങ്ങനെ നമ്മുടെ ജീവനും അങ്ങനെ ഒരു ഇത്. ചേച്ചിൻ്റെ കാളിയാ, അമ്മ കാളി. വലിയമ്മേൻ്റെ എനിക്കറിയില്ല. വലിയമ്മ എന്താ കോലനല്ലേ? അല്ല, പണ്ട് കോലന. വലിയമ്മേൻ്റെ റെസിസീറ്റിന്, വലിയച്ഛൻ്റെ റെസിസീറ്റിന് അങ്ങനെ. അമ്മ എനിക്ക് ഇവിടേക്ക് കാപ്പി കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ. ഞാൻ വ്ളോഗിൽ സംസാരിച്ചത്. പാക്കേജിന് പോവാണ്. അപ്പം ഇനിയും കുറേ ആൾക്കാർ വരാണ്ട് കേട്ടോ. അപ്പം അവരൊക്കെ ഒരു 5:30 ആകുമ്പോഴേ എത്തുള്ളൂ. ഞങ്ങളിപ്പം സത്യം പറഞ്ഞാൽ എത്ര മണിക്ക് എത്തി? 3:45 കേട്ടോ ടൈം. അങ്ങനെ എല്ലാവരും വന്നിട്ട് കുറേ പേരുണ്ട്. കുറേ പേരില്ല, എനിക്കൊന്ന് 15 പേരാന്ന് തോന്നുന്നു പാക്കേജിലുള്ളത്. അങ്ങനെയൊക്കെയാണ്. ഞാൻ ട്രെയിനിൽ കിടന്നുറങ്ങി കുറച്ചൊക്കെ, അത്യാവശ്യം നല്ലോണം ഉറങ്ങി. ഹായ്, ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനിയിപ്പം അമ്മച്ചനും അമ്മമ്മയും അവിടെ മുമ്പിലാണ്. ഞങ്ങൾ പുറത്തോട്ട് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ എത്തി വാഷ്റൂമിലൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. എന്തൊരു വികാരമില്ല. ലെവൽ 2 പോവാം. ലെവൽ 2. അങ്ങനെ രാവിലെ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. 3 തട്ട് ദോശയുള്ള ഒരു സെറ്റായിരുന്നു. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വിശപ്പൊട്ടും മാറിയില്ല കേട്ടോ. ഇഡ്ഡലിയും കഴിച്ച് ഒന്നും ആയില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ടേസ്റ്റ് കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര പ്രൈസ്. അതെ, നേഹ നോക്കട്ടെ. ഞങ്ങൾ പോയി ഫുൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നു. ഞങ്ങൾ നോക്കുക കുറേ നേരമായിട്ട് ബാത്റൂമിൽ ഒന്നും ഇറങ്ങാത്തതെന്ന്. പിന്നെ ഞങ്ങൾ കഴിച്ച് ഇറങ്ങിയപ്പോൾ KFC തുറന്നു. ഞങ്ങൾ പൊട്ട ദോശയും കഴിച്ച് ഞാൻ വിൻഡോ സീറ്റ് എടുത്തു. അമ്മയ്ക്ക് ഏത് ശരിക്കും വിൻഡോ സീറ്റ്. പക്ഷെ നിങ്ങൾക്കെല്ലാം വ്യൂ കാണിച്ചു തരാം. എന്തോ നെയിൽസാണ്. ഞാൻ ആ നെയിൽസ് കാണിക്കും. ലൈറ്റ് എടുത്ത് ഇത് വെച്ച് എനിക്ക് വെക്കാറില്ല. അമ്മേൻ്റെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. നമ്മൾ കൊച്ചി ടു ഹൈദരാബാദാണ് കേട്ടോ. എന്നിട്ട് ഹൈദരാബാദിൽ നിന്ന് വേറെ ഫ്ലൈറ്റ് കയറുകയാണ് ചെയ്യുന്നത്.
എടുക്കുന്ന നല്ല ഡിംപിൾ എനിക്കില്ല. നീ ശരിക്കും നോക്കട്ടെ, എനിക്ക് 2 സൈഡിലുണ്ട്. തുപ്പട്ടി തുപ്പട്ടി തുപ്പട്ടി. അമ്മച്ചനും അമ്മേനെ കാണിച്ചില്ലല്ലേ? അതാ അമ്മ എന്താ മാസ്ക് ഒക്കെ ഇട്ടിട്ട് നല്ല കാരണം എയറിലൊക്കെ എല്ലാവരും പോയിട്ട് അമ്മച്ചനും അമ്മയും അതാ കേട്ടോ. അമ്മച്ചനും അമ്മേനെ ബ്ലോഗിൽ ഞാൻ കാണിച്ചില്ല. पाउच से डरना और इस तरह सर के ऊपर से पहने। अब स्ट्रैप को और अधिक फुलाने के लिए इन लाल नलियों അങ്ങനെ എനിക്ക് നെയിൽസൊക്കെ വെച്ച് തന്നിട്ട് നേഹ ഉറങ്ങി, പിന്നെ അമ്മ ഉറങ്ങി, അമ്മച്ചനും അമ്മയും എല്ലാവരും ഉറങ്ങി. പിന്നെ കുറച്ച് നേരം ഞാൻ പുറത്തേക്കൊക്കെ നോക്കി നിന്നിട്ട് ഞാനും അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ലാൻഡ് ചെയ്യാൻ നേരത്തെ പിന്നെ എണീച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര തണുത്തിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്കും ഇൻഡിഗോനും ഒരേ വയസ്സാണ്, 18 years ആണെന്നിങ്ങനെ കണ്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ലാൻഡ് ചെയ്തു.
ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഹൈദരാബാദ് എയർപോർട്ടിലാണ്. കൊച്ചി അല്ല, ഇനി നമ്മൾ നേരെ ഗോരഖ്പൂരിലേക്കാണ്. കൊള്ളാം കൊള്ളാം. എനിക്ക് എന്തെങ്കിലും ജങ്ക് ഫുഡ് സത്യം എനിക്ക് എന്തൊരു KFCയിലെത്തി കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്. അമ്മച്ചനും അമ്മ അപ്പുറത്ത് അവർ വെച്ചേ കഴിക്കുള്ളൂ, അപ്പോൾ അവർ അപ്പുറത്ത് ദോശ കഴിക്കാനായിട്ട് പോയതാണ്. ഡെസേർട്ട് ലാസ്റ്റ് കഴിക്കാം. ഞാൻ ദിവസം ഫസ്റ്റ് ആയിരിക്കും കൂടോ ഒരു ഇതൊക്കെ ആക്കി കൂടെ അങ്ങനെ ഗോവനൊന്നും എനിക്ക് സ്ഥലങ്ങൾ കോമ്പിനേഷനോ കണ്ടുപോയി ചോക്ലേറ്റിൽ മുക്കിക്കുന്നു. ഇത് അത്ര ബോറില്ലല്ലോ. എന്തൊക്കെയോ ചെയ്യുന്നു. സ്നേഹ അയച്ച ചിക്കൻ തന്നെ കഴിക്കാം. ഇത് മുക്കിയാലും ഇത് മുക്കിയാലും ചോക്ലേറ്റ് ചിക്കൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കംപ്ലീറ്റ് ആക്കട്ടെ, നല്ല വിശക്കുന്നുണ്ട്. ബൈ. ഓക്കെ, എന്താ സാധനം എന്താ? ഇറ്റ്സ് മോൺസ്റ്റർ ഹൈ. ഹൗ ഡു നോട്ട് നോ മോൺസ്റ്റർ? ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഏത് നേരം പോസ്റ്റ് ചെയ്യുന്ന സാധനം. ഫ്രാങ്കിസ്റ്റീൻ എൻ്റെ ഫോണിൽ അടുത്തതിന് പോവാം. ഗോരഖ്പൂരിലേക്ക് പോവാം. ഹായ് പറ. ഹായ് അമ്മ. എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല രസമല്ലേ? നമ്മളിനി അടുത്ത പ്രാവശ്യം ഈ വഴി പോകുമ്പോൾ നമ്മൾ വീട്ടിൽ പോയിരിക്കും. വേണ്ട, അല്ലെങ്കിൽ ഹൈദരാബാദ്. എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ വേറെ ബസ്സൊക്കെ ആയിട്ട് അടിപൊളിയാണ്. നല്ല രസമല്ലേ? ഇത്ര നേരം പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നില്ലേ? എനിക്ക് ആദ്യം എറോപ്ലെയിൻസ് ആവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇന്നത്തെ ചെവി വേദനയോടെ എനിക്ക് മതി. ഇഷ്ടമല്ല. നല്ല ചെവി വേദന. ഇയർഫോൺ ബ്ലൂടൂത്ത് അല്ലോ, വെറുതെ ചെവി വെക്കാൻ. ചെവി പേടിക്കാം. മറ്റേ പൈസക്കാരൻ മറ്റേ സിനിമ നോക്കണം. എന്നെ നോക്കി കഴിയും. പഠിപ്പിച്ചില്ല ഇട്ടോക്ക്. അപ്പൊ നപ്പായിരിക്കും. എന്റെ വിൻഡോ സീറ്റ് പോയി. കഴിഞ്ഞ പ്രാവശ്യം ഇത് അമ്മേന്റെ വിൻഡോ സീറ്റ്, പക്ഷെ എന്റെ ഇതൊന്നും കേൾക്കൂല. ചെവിയുടെ സാധനങ്ങളുണ്ട്. എനിക്ക് ഈ കണ്ണട ഉറപ്പടേ പൈസക്കാരന്മാരെ പണ്ടത്തെ സിനിമയൊക്കെ ഉണ്ട്. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായോ എനിക്കറിയില്ല. അതേപോലെ എനിക്ക് തോന്നും. നമുക്ക് പണ്ടത്തെ സിനിമയിലൊക്കെ പൈസക്കാരന്മാരെ എന്തോ പറഞ്ഞാൽ എനിക്ക് തോന്നിയാൽ ഞാൻ പറയട്ടെ. മറ്റേ ബീഡിയൊക്കെ വലിക്കുന്ന പണ്ടത്തെ പൈസക്കാരന്മാരെ കണ്ണട. ജോസ് പ്രകാശ് അങ്ങനെയാ പറയാം, അല്ലാണ്ട് പണ്ടത്തെ പൈസക്കാരൻ. എനിക്ക് എന്തെങ്കിലും വില്ലൻ ജോസ് പ്രകാശനൊന്നും പേരറിയില്ല. ഇങ്ങനെയാണ് പറയില്ലേ? പറയോ എന്താ क्या तुम्हें हवा का दबाव कम होने पर ऑक्सीजन मास्क ഞാൻ ചെയ്യുന്നൊക്കെ ചെയ്യും. ऊपर लगेगा जिससे आप नीचे आ जाएंगे। आप अपनी कुर्सी पर बैठे और ऑक्सीजन का प्रवाह शुरू करने के लिए ऐसे अपनी ओर खींचें और नाक और मुंह ढककर सांस लें। दूसरों की सहायता करते समय अपना मास्क सही तरीके से पहनें। इस विमान में 10 आपातकालीन द्वारें, 2 सामने, 2 पीछे और 4 विंग्स के ऊपर फर्श पर लगी प्रकाशमान पट्टियां आपको निकटतम निकास तक पहुंचने में सहायता करेंगी। आपातकालीन മാളയൊക്കെ ഗിഫ്റ്റ് ചിത്രങ്ങളൊക്കെ കിട്ടി. നാക്കം കാണിച്ചു പൊട്ടിക്കട്ടോ.
ഞങ്ങൾ ഗോരഖ്പൂർ എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി. ഗോരഖ്പൂർ ഒരു ഹോട്ടലിലെത്തി. ഭയങ്കര ചൂട് ഗോരഖ്പൂരിൽ. ഇവിടെ ഇപ്പോൾ എവിടെയാണ്? ഉത്തർപ്രദേശിലല്ല, ഭയങ്കര ചൂട്. ഞാൻ ജാക്കറ്റൊക്കെ പിടിച്ചു കൂരി. പിന്നെ അവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനും നെഹി പാസ്ത, അവർ ബട്ടർ നാൻ, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വരണം, കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ രാത്രിയാണ് എവിടെ എത്തുക? നേപ്പാൾ. അങ്ങനെ ഞാനും നെഹി എന്താ ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞങ്ങൾ പാസ്ത ഓർഡർ ചെയ്തു. പാസ്ത അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം വായിലിട്ടപ്പോൾ തന്നെ നാക്ക് നല്ല രീതിക്ക് എൻ്റെ പുള്ളി. പിന്നെ കഴിച്ചു കേട്ടോ. അങ്ങനെ ട്രിപ്പത്തെ ഏറ്റവും ഒരു അഡ്വഞ്ചറസ് ഡേ എന്ന് തന്നെ പറയാം ഈ ഒരു സംഭവം കേട്ടോ, ഈ ഒരു കാര്യം. കാരണം ഞാൻ പേടിച്ചു, ഫാമിലിത്തെ എല്ലാവരും പേടിച്ചൊരു സംഭവമായിരുന്നു. കാരണം ബസ് കുറച്ച് ബാക്കിലായിരുന്നു ഞങ്ങളുടേത്. എന്തോ ലോറി മറി അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് നേപ്പാളിൻ്റെ ബോർഡർ ക്രോസ് ചെയ്യാൻ നല്ല ടൈം എടുത്തു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു റിക്ഷ വഴിയാണ് വന്നത്. ഈ നാടോടിക്കാറ്റിൽ മൂവിയിൽ കാണുന്ന അതേ സീന് പോലെ തന്നെയായിരുന്നു നടന്നത്. ഞാൻ ആദ്യം എത്തി. എൻ്റെ ഫാമിലിത്തെ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഒട്ടും വിചാരിക്കാണ്ട് നടന്നൊരു സംഭവമായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല, എന്താ സംഭവിക്കുന്നതെന്നും അറിയില്ല. കണ്ട ആൾക്കാരെ കൂടെ പേടിയായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ റൂമിലെത്തി. റൂമിൽ വന്നതൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. എൻ്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്യാം. അതെന്താ പറയുക, അമ്മ അങ്ങനത്തെ വണ്ടി സൈക്കിൾ റിക്ഷയിൽ കയറി അങ്ങനെയാണ് നേപ്പാളിൻ്റെ ബോർഡർ അല്ലേ കടന്നത്. അപ്പം അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ബ്ലോക്കും ലഗേജ് എടുക്കാനും ഒക്കെ ഭയങ്കര പാടായിട്ട് ആ സമയത്തൊന്നും വ്ളോഗ് എടുത്തില്ല. അത് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചു. ഹോട്ടലിലെത്തിയിട്ട് ഫ്രഷ് ആയതിനു ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ജസ്റ്റ് റൂമൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഫുഡ് നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു, റൈസും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ ആഡ് ചെയ്യാം. പിന്നെന്താ, ഫുഡ് വരെ ഉണ്ടാക്കുന്നതാണ്. കുക്കുകൾ കൂടെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അവരുണ്ടാക്കുന്നതാണ്. അപ്പം നമ്മളൊരു ട്രാവലറിൻ്റെ കൂടെ കേട്ടോ വരുന്നത്. ലക്ഷ്യ എന്നിട്ടുള്ള ട്രാവലേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു 14 എത്ര പേരുണ്ടമ്മ? 15 പേരുണ്ട്. 15 പ്ലസ് ടൂർ മാനേജറും പിന്നെ കുക്കും. അപ്പോൾ ഞാൻ റൂം ടൂറൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ പിന്നെ സ്കിൻ കെയർ ചെയ്തിട്ട് ഞാൻ കിടക്കാൻ പോകാം. നാളെ രാവിലെ 6 മണിക്ക് എണീക്കണം. നാളെ മുതലാണ് നല്ലൊരു നിങ്ങൾക്ക് കറക്റ്റ് വ്ളോഗ് കാണാം. ഇന്നത്തെ ഈ വ്ളോഗിൽ എന്താ ഞങ്ങൾ പ്ലെയിനത്തത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. തലവേദനയും ചെവി വേദനയും പിന്നെ ഒരുമാതിരിയായിരുന്നു പ്ലെയിനിൽ. ട്രാവലിംഗ് ആയിരുന്നു. പിന്നെ ബസ്സിൽ നിന്ന് ഞാൻ ഫുൾ ഉറങ്ങി. അതുകൊണ്ട് ബസ്സിലത്തെ പിന്നെ വ്ളോഗ് എടുത്തില്ല. ബസ്സിൽ നിന്ന് ഒരു വൈകുന്നേരം ഒരു 5 മണി വരെ നമ്മൾ ഉറങ്ങാണ്ടിരുന്നു. പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ അമ്മയും നെഹിയൊക്കെ ഉറങ്ങി. പിന്നെ ഇവിടെ ബോർഡറിലെത്തിയപ്പോഴാണ് നീച്ചത്. അപ്പോൾ ഭയങ്കര തിരക്കുമായി. പിന്നെ ഇവിടെ വന്നു. പിന്നെ ഞാൻ റൂം ടൂർ കാണിക്കാം. ഓക്കെ, നല്ല റൂം ടൂർ. എന്താ കോലം വേണ്ടില്ല അമ്മ, ഉള്ളോട്ട് വാ. നമ്മൾ കയറി വന്ന സ്ഥലത്ത് തന്നെ ചെരുപ്പൊക്കെ അയച്ചിട്ട് ഈ റൂമിൻ്റെ കോലം കണ്ട് നിങ്ങൾ മേടിക്കണം. ഞങ്ങൾ വൃത്തിയാക്കാൻ പോണേ ഉള്ളൂ. ഇത് അമ്മേൻ്റെ ലഗേജ്, ഇത് എൻ്റെ ലഗേജ്, ഇത് നേഹേൻ്റെ. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഷൂ ഒക്കെ ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ ഡ്രസ്സ് കാണില്ല. പിന്നെന്താ, ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെന്താ, ഇവിടെ അമ്മ കിടക്കുന്നുണ്ട്, അത് നോക്കണ്ട. പിന്നെ ഇവിടെ ഒരു ബെഡ്. പിന്നെ ബാത്റൂം സാധാ ഒരു ബാത്റൂം ആട്ടോ. ബാൽക്കണി കാണിക്കാം. ബാത്റൂം ഇതാട്ടോ, ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നുള്ളൂ.
ചെയ്തിട്ട് പുറത്തിറങ്ങാൻ. അപ്പം ഇതാണ് റൂം ടൂറ്. കുഴപ്പമില്ല അല്ലേ റൂം? ബാൽക്കണി കാണിച്ചു. പക്ഷെ അവിടെ എസിന്റെ വെള്ളം വന്നിട്ട് മര്യാദക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എസിന്റെ വെള്ളമല്ല, എസിന്റെ വെള്ളം അത് അവിടെ ഇതാ പിടിച്ചതാ. അങ്ങനെയാ എനിക്കറിയില്ല. ഡ്രൈ ആണ് ഇപ്പൊ അവിടെ. എസി ഓൺ ആക്കിയിട്ടല്ലേ എന്തോ. അപ്പം എന്താ ഇതിനെന്താ പ്രാന്തായോ? അപ്പൊ ഇനി വ്ളോഗ് എൻഡ് ചെയ്യാം കേട്ടോ. രാവിലെ നേരത്തെ എണീക്കാറുള്ളതുകൊണ്ട് തന്നെ നിർത്തുകയാണ്. അപ്പൊ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. നാളെ അല്ല ഇന്നാ ഡേ 1. ഡേ 1 ഫുൾ ട്രാവൽ ആയിരുന്നു. ഞങ്ങൾക്ക് തന്നെ മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഫുൾ ട്രാവലും അതും ഇതായിരുന്നു. നാളെ മുതൽ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നാളെ കാണാം. അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.